മാവോയിസ്റ്റ് കമാൻഡർ മാധവി ഹിത്മ ഒരു പ്രധാന സുരക്ഷാ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതിന് ഒരു ദിവസത്തിന് ശേഷം ബുധനാഴ്ച ആന്ധ്രാപ്രദേശിലെ മരേഡുമില്ലി വനമേഖലയിൽ ഉണ്ടായ തീവ്രമായ വെടിവയ്പിൽ 7 മാവോയിസ്റ്റുകൾ കൂടി വെടിയേറ്റ് മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ചത്തെ ഓപ്പറേഷന്റെ തുടർച്ചയായി ഫീൽഡിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ 7 മാവോയിസ്റ്റുകൾ മരിച്ചുവെന്ന് ആന്ധ്രാപ്രദേശ് ഇന്റലിജൻസ് ADG മഹേഷ് ചന്ദ്ര ലദ്ധ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ 3 വനിതാ മാവോയിസ്റ്റുകളും ഉൾപ്പെടുന്നുവെന്നും തിരിച്ചറിയൽ പ്രക്രിയ നിലവിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച നടന്ന ശക്തമായ ആക്രമണത്തിൽ ഹിത്മ ഉൾപ്പെടെ 5 പേരെ വധിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ തുടരുന്നതിനിടെയാണ് പുതിയ ഏറ്റുമുട്ടൽ നടന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അല്ലൂരി സീതാരാമ രാജു ജില്ലയിലെ ചില ഭാഗങ്ങളിൽ വിപുലമായ ഓപ്പറേഷൻ വ്യാപിപ്പിച്ചിരിക്കുന്നു. ആന്ധ്ര, ഒഡീഷ, ഛത്തീസ്ഗഡ് ട്രൈ ജംഗ്ഷനിലുടനീളം സൈന്യം അതീവ ജാഗ്രതയിലാണ്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ ഒരാൾ ശ്രീകാകുളം സ്വദേശിയും ആന്ധ്ര ഒഡീഷ അതിർത്തി മേഖലയുമായി ബന്ധമുള്ള ഏരിയ കമ്മിറ്റി അംഗം ആയ ശങ്കർ എന്ന മേധുരി ജോഖാറാവു ആണെന്നും പ്രാഥമിക തിരിച്ചറിയൽ സൂചിപ്പിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ശൃംഖലയുടെ ആയുധ നിർമ്മാണം, ആശയവിനിമയം, സാങ്കേതിക ലോജിസ്റ്റിക്സ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന പ്രവർത്തകനാണ് ശങ്കർ എന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ പറയുന്നു. തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ മേഖലയിലുടനീളം വ്യാപകമായ നടപടികൾക്ക് തുടക്കമിട്ടതായി പോലീസ് പറഞ്ഞു. ഹിത്മയുടെ കൊലപാതകത്തെ തുടർന്ന് NTR, കൃഷ്ണ, കാക്കിനാട, കൊണസീമ, എലൂരു തുടങ്ങിയ ജില്ലകളിൽ നിന്നും ഏകദേശം 50 മാവോയിസ്റ്റുകളെ കസ്റ്റഡിയിലെടുത്തു. സമീപ വർഷങ്ങളിൽ വിമത ഗ്രൂപ്പിനെതിരായ ഏറ്റവും വിപുലമായ അറസ്റ്റ് ഓപ്പറേഷനുകളിൽ ഒന്നാണിത്. ഏറ്റുമുട്ടൽ മേഖലയിൽ നിന്നും 45 ആയുധങ്ങൾ, 272 വെടിയുണ്ടകൾ, 2 മാഗസീനുകൾ, 780 ഗ്രാം ഡിറ്റനേറ്റർ വയർ, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതായി കരുതുന്ന മറ്റ് വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ഛത്തീസ്ഗഡിൽ നിന്നും മാവോയിസ്റ്റ് സംഘങ്ങൾ അടുത്തിടെ കടന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ ശക്തമാക്കിയതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇടതൂർന്ന വനപ്രദേശങ്ങൾ സൈന്യം തുടച്ചു നീക്കുകയും മാവോയിസ്റ്റ് കേഡറുകൾ ഉപയോഗിക്കുന്ന രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ള വഴികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതേസമയം കോൺസീമ ജില്ലയിലെ പോലീസ് റാവുല പാലത്തിൽ നിന്നും മാവോയിസ്റ്റ് പ്രവർത്തകനായ മാധവി ഹണ്ട സരോജിനെയും അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് മാധവി ഹിത്മയുടെ അടുത്ത അനുയായിയാണെന്ന് കരുതപ്പെടുന്നു. എടപാക മണ്ഡലത്തിലെ നെല്ലിപ്പക സ്വദേശിയായ സരോജ് ഛത്തീസ്ഗഡിൽ താമസിച്ചിരുന്നതായും അതിർത്തിയിലെ ശക്തമായും ഓപ്പറേഷനുകൾക്കിടയിൽ രഹസ്യമായി ആന്ധ്രാപ്രദേശിലേക്ക് കടന്നതായും പോലീസ് പറഞ്ഞു. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം സരോജ് മാവോയിസ്റ്റ് ശൃംഖലകൾക്കുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും ഏർപ്പെടുന്നുവെന്നും കുറച്ചുകാലമായി അദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നുവെന്നും വിവരങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്നും മാവോയിസ്റ്റിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന നേതാക്കളുടെ ദൃഢനിശ്ചയത്തിന്റെ ചുവടുവയ്പ്പിന്റെ പരിശ്രമങ്ങളുടെ ഫലമാണ് ഇതൊക്കെയെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.